അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ആവേശത്തിൽ ഒരു വെടി പൊട്ടിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചെന്നും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്നും പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചു എന്നുമൊക്കെയായിരുന്നു അവകാശവാദം. ഈ വാദം കേട്ട് ഇന്ത്യ ഒന്ന് ചിരിച്ചു തള്ളുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ റഷ്യ ശരിക്കും ട്രംപിനെ ട്രോളി ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യമല്ല, അവർക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് അവർ എണ്ണ വാങ്ങുമെന്ന് മറുപടിയുമായി റഷ്യയുടെ ഔദ്യോഗിക വസതിയായ ക്രെംലിൻ രംഗത്തെത്തിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ ട്രംപിന്റെ അവകാശവാദം റഷ്യ തള്ളിക്കളയുക മാത്രമല്ല, ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ വാനോളം പുകഴ്ത്തുക കൂടി ചെയ്തിരിക്കുകയാണ് റഷ്യ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി അവസാനിപ്പിക്കാമെന്ന് ഇന്ത്യ അമേരിക്കയ്ക്ക് വാക്ക് നൽകിയിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് റഷ്യയുടെയും പരോക്ഷമായിട്ടുള്ള ഇന്ത്യയുടെയും നിലപാട്. റഷ്യൻ വക്താവായ ദിമിത്രി പെസ്കോവ് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. ഇന്ത്യ എക്കാലത്തും പല രാജ്യങ്ങളിൽ നിന്നാണ് എണ്ണ വാങ്ങുന്നത്. ഊർജ്ജ ആവശ്യങ്ങൾക്കായി വിതരണക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് സ്വാഭാവികമാണ്. അതിൽ പുതിയതായി ഒന്നുമില്ല. അതായത് ഇന്ത്യ വെനസ്വേലയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ എണ്ണ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം റഷ്യ ഉപേക്ഷിച്ചു എന്നതുകൊണ്ടല്ല, മറിച്ച് ഇന്ത്യയുടെ ആവശ്യങ്ങൾ വലുതായതുകൊണ്ടാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ അത്രയും വലുതായതുകൊണ്ടാണ്. റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം നിർത്തുന്നതിനെ കുറിച്ച് ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായി ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നും ക്രെംലിൻ വ്യക്തമാക്കി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഒരു വിശ്വസ്ത പങ്കാളിയാണ്, അടുത്ത സുഹൃത്താണ്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കറോവ പറഞ്ഞത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരുപോലെ ലാഭകരമാണെന്നാണ്. അന്താരാഷ്ട്ര വിപണിയിൽ സ്ഥിരത നിലനിർത്താൻ ഈ കൂട്ടുകെട്ട് അനിവാര്യമാണെന്നും റഷ്യ ഓർമ്മിപ്പിക്കുന്നു. ഇനി ട്രംപിന്റെ ഈ അവകാശവാദത്തിന് പിന്നിലെ സാങ്കേതിക വശം ഒന്ന് പരിശോധിക്കാം. അമേരിക്ക വിചാരിച്ചാൽ റഷ്യൻ എണ്ണയ്ക്ക് പകരം വയ്ക്കാൻ സാധിക്കുമോ? വിദഗ്ധർ പറയുന്നത് നടക്കില്ല എന്നാണ്. ഇവിടെയാണ് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നത്. ഇന്ത്യൻ റിഫൈനറികൾ ഭൂരിഭാഗവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റഷ്യൻ യൂറലുകൾ പോലെയുള്ള ഹെവി ക്രൂഡ് സംസ്കരിക്കാനായിട്ടാണ്. അതങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അമേരിക്ക നൽകുന്നത് ലൈറ്റ് ക്രൂഡ് അഥവാ ഷെയിൽ ഓയിൽ ആണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഡീസൽ വണ്ടിയിൽ പെട്രോൾ ഒഴിക്കുന്നത് പോലെ ലളിതമല്ല കാര്യം. അമേരിക്കൻ എണ്ണ ഉപയോഗിക്കണമെങ്കിൽ അത് മറ്റ് എണ്ണകളുമായി മിക്സ് ചെയ്യണം. അത് റിഫൈനറികൾക്ക് വലിയ അധിക ചെലവുണ്ടാക്കും. മാത്രമല്ല റഷ്യ ദിവസവും ഇന്ത്യക്ക് നൽകുന്ന 1.5 മുതൽ 2 ദശലക്ഷം ബാരൽ എണ്ണയുടെ കുറവ് നികത്താനുള്ള ഉൽപാദന ശേഷി നിലവിൽ അമേരിക്കയ്ക്കില്ല. ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ ഒരു നീക്കം ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്, പ്രായോഗികമായ ഒരു ബിസിനസ് ഡീലല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയമുണ്ട്. 2022 ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഉപരോധിച്ചപ്പോഴും ഇന്ത്യ കൂസലില്ലാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി. അന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിച്ചു. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തി. ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി അവരുടെ വിപണി വികസിപ്പിക്കാനാണ്, US-ന്റെ. എന്നാൽ റഷ്യൻ വിദഗ്ധനായ ഈഗോർ യുഷ്കാവ് നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ്. റഷ്യൻ എണ്ണ വിപണിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എണ്ണവില ബാരലിന് $120 കുതിക്കും. അന്ന് അമേരിക്കയിൽ തന്നെ പണപ്പെരുപ്പത്തിനും ഇന്ധനവില വർധനവിനും അത് കാരണമാകും. അതായത് റഷ്യ വെട്ടാൻ നോക്കിയാൽ അമേരിക്കയുടെ കൈ തന്നെ മുറിയും. ചുരുക്കത്തിൽ ട്രംപിന്റെ ഡീൽ പ്രഖ്യാപനം കേട്ട് ഇന്ത്യ റഷ്യയെ കൈവിടാൻ പോകുന്നില്ല. ലാഭം എവിടെയാണോ, സൗഹൃദം എവിടെയാണോ, വിശ്വസ്തത എവിടെയാണോ അങ്ങോട്ട് മാത്രമേ ഇന്ത്യ ചായുകയുള്ളൂ. അമേരിക്കയുടെ ഭീഷണിയോ സമ്മർദ്ദമോ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഈ വാർത്ത നൽകുന്നത്. ന്യൂസ് ഡെസ്ക്.